ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർ ആൻഡ് ബൈക്ക് അപ്ഡേറ്റ്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കിയ സോണറ്റിൻ്റെ ഈ ഓണക്കാലത്തെ കിഡിലൻ ഓഫറുകളാണ്. അതിനൊപ്പം തന്നെ ഇഞ്ചോൺ കിയ നിങ്ങൾക്കായിട്ട് എല്ലാ കിയ കാറുകൾക്കും കിഡിലൻ സൂപ്പർ ഓഫേഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചോൺ കിയയുടെ ഓണത്തിൻ്റെ ബെസ്റ്റ് ഓഫേഴ്സും അതിനൊപ്പം തന്നെ കിയ സോണറ്റിൻ്റെ ഫുൾ ഡ്രൈവ്, ടെസ്റ്റ് ഡ്രൈവ്, അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കിഡിലൻ റിവ്യൂമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. കാണാം ഈ ഓണക്കാലത്ത് ഇഞ്ചോൺ കിയ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരുപാട് കിയ സോണറ്റിൻ്റെ റിവ്യൂസ് കണ്ടിട്ടുണ്ടാവായിരിക്കും. പക്ഷേ നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും ക്രിസ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റൊരു കാറുകൾക്കും ഇല്ലാത്ത ഒരുപിടി ഫീച്ചേഴ്സ് ഈ ഒരു വെഹിക്കിളുണ്ട്. അതായത് ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്, ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. പ്രധാനമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ കിയ സോണറ്റ് എന്ന് പറയുന്നത് 4 മീറ്ററിന് താഴെയുള്ള ഒരു വെഹിക്കിളാണ്. അതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് K2 എന്ന് പറഞ്ഞുള്ള പ്ലാറ്റ്ഫോമാണ്. ഹ്യുണ്ടായുടെയും കിയയുടെയും കൂടെ ഉള്ള K2 എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ i20 ഉണ്ട്, പിന്നെ വെന്യൂ ഉണ്ട്. ഇതെല്ലാം ഈ ഒരു സെയിം പ്ലാറ്റ്ഫോമാണ് ഷെയർ ചെയ്തത്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന ഒരു 4 മീറ്ററിൽ താഴെയുള്ള ഒരു വെഹിക്കിളാണ് കിയ സോണറ്റ്. ഈ ഒരു വെഹിക്കിളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ ഇതിന് കോമ്പറ്റീഷനായിട്ട് പല വെഹിക്കിളും വരുന്നുണ്ട്. പക്ഷേ അവയ്ക്കൊന്നും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ. അതായത് ആക്ച്വലി നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ ടോട്ടലി 3 ടൈപ്പിലുള്ള ട്രാൻസ്മിഷൻ വരുന്നത്. 4 ടൈപ്പ് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതിനകത്ത് 3 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. 1200 cc വരെ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അതിന് കൂടി നമുക്കുള്ളത് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് വേരിയന്റിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ ടർബോ ചാർജർ വേർഷനാണ്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് IMT എന്ന് പറഞ്ഞ ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ. അതായത് മാനുവൽ പോലെ തന്നെയാണ്, ഗിയർ ഒക്കെ ഉണ്ട്, പക്ഷേ ക്ലച്ച്ലെസ് ആയ ട്രാൻസ്മിഷനാണ്. അതും വരുന്നുണ്ട്. DCT 7 സ്പീഡ് DCT വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് 7 സ്പീഡ് DCT ആണ്. അങ്ങനെ 2 ഓപ്ഷൻ. അപ്പോൾ അത് ഏകദേശം 3 രീതിയിലുള്ള ട്രാൻസ്മിഷനായി. അതായത് ഒരു മാനുവലായി, ഒരു DCT ആയി, പിന്നെ ഒരു IMT ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ കൂടെ അതിൽ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ നോർമൽ മാനുവൽ ട്രാൻസ്മിഷൻ. അങ്ങനെ 4 ട്രാൻസ്മിഷനാണ് ഉള്ളത്. പക്ഷേ ഇതിൻ്റെ ഡീസൽ 1.5 ലിറ്റർ 1500 cc ആണ് ഇതിൻ്റെ ഡീസൽ എഞ്ചിൻ വരുന്നത്. അതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടോർക്ക് കൺവേർട്ടബിൾ ഓട്ടോമാറ്റിക് 6 സ്പീഡിൻ്റെ വരുന്നുണ്ട്. അത് കൂടാതെ മാനുവൽ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലി നമുക്ക് ഇതിനകത്ത് ഏകദേശം ഒരു 4-5 ഡിഫറെൻറ്റ് റേഞ്ചിലുള്ള ട്രാൻസ്മിഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു വേറെ ഒരു കാറിലും ഇത്രയധികം ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. എഞ്ചിൻ ഓപ്ഷൻസ് 3 ഉള്ളൂ. അതായത് 1000 cc ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ, 120 PS ആണ് ഇതിൻ്റെ പവർ വരുന്നത്. ആ ഒരു എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അത് കൂടാതെ 1200 cc 83 PS ഉള്ള ഒരു എഞ്ചിൻ നമുക്ക് വരുന്നുണ്ട്. പെട്രോളാണ്. ഇത് 2 പെട്രോളാണ്. 1200 1000 cc പെട്രോളാണ്. 1500 cc ഡീസൽ എഞ്ചിനാണ് നമുക്ക് അടുത്ത് വരുന്നത്. ഏകദേശം 3 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല മാനുഫാക്ചേഴ്സിനും ഡീസൽ എഞ്ചിൻസ് അവൈലബിൾ അല്ല. പക്ഷേ കിയ സോണറ്റിൽ നമുക്ക് ഡീസൽ എഞ്ചിൻ ഓപ്ഷനും അവൈലബിൾ ആണെന്നുള്ളത് എടുത്തുകൊണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ വെഹിക്കിളിന്റെ ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലുക്സ് ആണ് കിടുവായിട്ടുള്ളത്. ഇതിനകത്തൊരു ടൈഗർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പേര് കാണാപ്പാടം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സമയം എടുക്കും. കാരണം ഇതിന് കമ്പനി പറയുന്നത് ക്രൗൺ ജുവൽ ഹെഡ് ലാംപ്സ് വിത്ത് സ്റ്റാർ മാപ്പ് LED DRLs എന്നാണ് കമ്പനി ഇതിന് പറയുന്നത്. ആണ് ഗൈസ് ഇതിൻ്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള ടൈഗർ നോസ് ഗ്രിൽ എന്ന് പറയുന്നത്. ഒരു ടൈഗർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 360 ക്യാമറ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ബോൾഡായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ വെഹിക്കിളിന് വരുന്നത്. ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെ ബോൾഡ്, അതുപോലെ തന്നെ പെർഫോമൻസ് ഉള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള കോമ്പാക്ട് SUV എന്നാണ് കിയ ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി സൈഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അലോയ് വീൽസ് കാണാം. 16 ഇഞ്ചാണ് നമുക്ക് ഇതിൻ്റെ അലോയ് വീൽസ് വരുന്നത്. 16 ഇഞ്ച് സ്പോർട്ടി ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽസ് എന്നാണ് കിയ ഇതിനെ വിളിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അലോയ് വീലാണ്. പിന്നെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൈഡ് മിറേഴ്സിൽ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇവിടെ 360 ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ഡോറിൽ നമുക്ക് എൻട്രി ചെയ്യാനുള്ള ഹാൻഡ്സ് ഫ്രീ, അതായത് വിത്തൗട്ട് കീ ആയിട്ട് നമുക്ക് എൻട്രി ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ലോക്ക് ചെയ്യാനും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിൽ വരുന്ന കാര്യങ്ങൾ. അതിനകത്ത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, വെഹിക്കിൾ സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ അസിസ്റ്റ് കൺട്രോൾ തുടങ്ങിയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും കമ്പനി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി എന്തൊക്കെയാണ് ഓണത്തിന് ഇഞ്ചോൺ കിയ അവരുടെ കസ്റ്റമേഴ്സിനായിട്ട് കരുതി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഓഫർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽട്ടോസിന് അപ് ടു 2 lakhs 2 ലക്ഷം രൂപ വരെ സെൽട്ടോസിന് ഓഫറുണ്ട്. കാരൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 lakh വരെയാണ് ഓഫർ വരുന്നത്. സോണറ്റ് നമ്മൾ ഈ ഓടിക്കുന്ന സോണറ്റിനാണെന്നുണ്ടെങ്കിൽ 1 lakhന്റെ ബെനിഫിറ്റ്സ് ആണ് ഓണത്തിന് ഇഞ്ചോൺ കിയ അവരുടെ കസ്റ്റമേഴ്സിനായിട്ട് പ്രൊവൈഡ് ചെയ്തത്. സീറോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.14 lakhs, കാർണിവലിൽ 1.5 lakhs, EV6 ആണെന്നുണ്ടെങ്കിൽ 15 lakhs വരെയുള്ള, അതായത് 15 ലക്ഷം രൂപ വരെയുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള സമ്മാനങ്ങളും ക്യാഷ്ലെസ് ഡിസ്കൗണ്ട്സുമാണ് ഓണത്തിനായിട്ട് ഇഞ്ചോൺ കിയ അവരുടെ കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇനി ലക്കി ഡ്രോ ഉണ്ട് കേട്ടോ. കഴിഞ്ഞിട്ടുള്ള ഓഫറുകൾ, ഓണത്തിന് ഓഫറുകൾ ഇങ്ങനെ നിറന്ന് കിടക്കുകയാണ്. ലക്കി ഡ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 7 വരെയുള്ള കസ്റ്റമേഴ്സിന് ബമ്പർ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് കിയ സിറോസ് ആണ്. അടുത്ത് നമുക്ക് വീക്ക്ലി പ്രൈസുകളാണ്. റെഫ്രിജറേറ്റർ സിംഗിൾ ഡോർ നമുക്ക് വരുന്നുണ്ട്. വാഷിംഗ് മെഷീൻ, iPhone 15, സോണി പ്ലേ സ്റ്റേഷൻ, മൈക്രോവേവ് ഓവൻ, 32-inch LED TV, ഇതൊക്കെയാണ് നമുക്ക് വീക്ക്ലി പ്രൈസ് ആയിട്ട് വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓണത്തിന് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ഇഞ്ചോൺ കിയയുടെ ഷോറൂമായിട്ട് ഉടനെ ബന്ധപ്പെടുക. നിങ്ങൾക്കായിട്ട് ഈ ഓഫറൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പുറത്തെ കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കിയ സോണറ്റിന്റെ ഇന്റീരിയറിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും ഞാൻ ആദ്യം പോലെ ഒന്ന് പറയാം. ഇപ്പോൾ ഈ നമ്മൾ ഓടിക്കുന്ന ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ ആണ്. 1 ലിറ്ററിന്റെ DC-8 എഞ്ചിനുള്ള ഏറ്റവും ടോപ്പ് മോഡലാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നിങ്ങൾ ആദ്യം കാണുന്ന സൺറൂഫ് വരുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. ഇന്ത്യയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ കാണുന്ന ഒരു വലിയൊരു ടച്ച് സ്ക്രീനാണ് നമുക്ക് ഫസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഏകദേശം ഒരു 10.25 ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മ്യൂസിക് കേൾക്കാം, അതുപോലെ തന്നെ നാവിഗേഷൻ ഉണ്ട്, FM AM അങ്ങനെയുള്ള നോർമലി വരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലുള്ള എല്ലാ ഫീച്ചറുകളും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ പാട്ടൊക്കെ വെച്ച് നോക്കി, കിഡിലിൻ്റെ എഫക്റ്റ് ആണ്. അതായത് ഇതിനകത്ത് ബോസിൻ്റെ സ്പീക്കേഴ്സാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പാട്ടൊക്കെ എല്ലാം നല്ല അടിപൊളി കിഡിലിൻ്റെ എഫക്റ്റ് ആണ്. അത്യാവശ്യം വലിയൊരു സ്ക്രീനാണ്. അപ്പം വലിയ സ്ക്രീനായതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. ഈ ഒരു വലിയ സ്ക്രീൻ ആയതുകൊണ്ട് വളരെ കംഫർട്ടായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ജസ്റ്റ് ഇതിൻ്റെ ക്യാമറ ഒന്ന് കാണിച്ചു തരാം. ഇതിലേക്ക് കിട്ടുമ്പോൾ കണ്ടില്ലേ 360 ഡിഗ്രി ക്യാമറയാണ്. ഇതിൻ്റെ ഒരു കിഡിലിൻ ഫീച്ചർ ആട്ടോ. അപ്പോൾ ഇതിനകത്താകുമ്പോൾ നമുക്ക് വെഹിക്കിളിന് ചുറ്റുമുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. പ്ലസ് ഇതിൽ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്ര വലിയ സ്ക്രീൻ ആയതുകൊണ്ട് നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചാൽ നമുക്ക് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഇത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നായി കാണുന്ന പോലെ മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഡ്രൈവർക്കായിട്ട് മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ളി ഡിജിറ്റലാണ് കേട്ടോ. ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ്. പിന്നെ നമ്മളിപ്പോൾ സപ്പോസ് നമ്മൾ റൈറ്റിലേക്ക് ഇപ്പോൾ ടേണിങ് ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ആ ക്യാമറയിൽ അത് നമുക്ക് കാണിക്കും. നമ്മൾ ലെഫ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ സൈഡിൽ നമുക്കത് കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ടേൺസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ സൈഡ് മിററിൽ നോക്കേണ്ട കാര്യമില്ല. നമുക്കിതിനകത്ത് തന്നെ അത് നോക്കി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 10.25 ഇഞ്ചസ് ആണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. അത്രയും വലിപ്പമുള്ള ഒരു വലിയൊരു സ്ക്രീനാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്ത് കാണുന്ന ഈ സ്ക്രീനും 10.25 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ രണ്ട് സ്ക്രീനിൻ്റെ രണ്ട് സൈസ് സെയിം ആണ്. പക്ഷേ ഇതിലേക്ക് ചെറിയൊരു ഇതായിട്ട് തോന്നിയത് ഇത് കുറച്ച് ഹൈറ്റിലിരിക്കുന്നുണ്ട്, ഇത് കുറച്ച് താന്നിട്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ സെൽറ്റോസിലൊക്കെ ഉള്ള പോലെ ഒറ്റ ലൈനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കാണാനൊരു കംഫർട്ടായിരുന്നു. കുറച്ചിങ്ങനെ പൊങ്ങിയിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു മാച്ച് സെൽറ്റോസ് പോലെയാണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ട്, കാരണം ഒറ്റ ലൈനിലായിട്ടാണ് അത് വരുന്നത്. അത് ഒഴിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. AC വെൻസ് ഒക്കെ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഇതിന് വരുന്നത്. പ്ലാസ്റ്റിക് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ്, അത് മോശം പറയാനില്ല. ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്സ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓട്ടോമാറ്റിക് AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സീറ്റിലുള്ള വെന്റിലേറ്റർ സീറ്റ്സ് ആണ് നമുക്ക് ഫ്രണ്ടിൽ രണ്ട് സൈഡിൽ വരുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ പുറമൊക്കെ ചൂടാവാതെ, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വെയിലത്ത് കയറി കഴിഞ്ഞാൽ നോർമലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ഷർട്ടൊക്കെ ഫുള്ള് ചൂടായിട്ടിരിക്കും. അതായത് ഷർട്ടൊക്കെ ചൂടായിട്ട് വേർത്തിരിക്കും പുറമൊക്കെ. അപ്പോൾ ഈ വെന്റിലേറ്റർ സീറ്റ്സ് ആയ കാരണം തന്നെ നമുക്ക് പുറമേ സീറ്റിൽ നിന്ന് ഒരു കൂളിംഗ് വരുന്ന കാരണം നമുക്ക് സുഖമായിട്ട് നല്ല പുറമേ നല്ല വേർക്കാത്ത രീതിയിൽ ഇരിക്കും. പിന്നെ ഇത് കൂള് മാത്രമല്ല, നമുക്ക് ഹോട്ട് ക്ലൈമറ്റിൽ നമുക്കിത് യൂസ് ചെയ്യാം. നമുക്ക് തണുപ്പുള്ള സ്ഥലത്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഹീറ്റ് ചെയ്യാനും പറ്റും സീറ്റ്. അപ്പോൾ ഹീറ്റിംഗ് കൂളിംഗ് നമുക്ക് സീറ്റ്സിൽ വരുന്നുണ്ട്. ഈ കാണുന്നതിന് വയർലെസ് ചാർജിങ് ആണ്. വയർലെസ് ചാർജിങ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ വെച്ച് കാണിച്ചാൽ വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഇവിടെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ഒരു 12 വാട്ടിൻ്റെ സോക്കറ്റ് വരുന്നുണ്ട്. USB ആണ്. പിന്നെ C-Type നമുക്കൊരു ചാർജിങ് സോക്കറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട്. അതിൻ്റെ ഒരു കാര്യമാണ്, ഇവിടെ നമുക്ക് 360 ഡിഗ്രി ക്യാമറയുടെ സ്വിച്ചാണ് ഈ കാണുന്നത്. ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് സമയത്ത് നമുക്ക് ക്യാമറ 360 ഡിഗ്രി ആയിട്ട് നമുക്ക് ഓൺ ആക്കാൻ പറ്റും. ദെൻ ഇവിടെ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. ഡ്രൈവ് മോഡ്സ് വരാണെങ്കിൽ നമുക്കിവിടെ സ്പോർട്ട് മോഡ്, ഇക്കോ മോഡ്, നോർമൽ മോഡ്, അങ്ങനെ 3 ഡ്രൈവ് മോഡ്സ് ആണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. അതിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ആണ്. ട്രാക്ഷൻ നമുക്ക് ആക്ച്വലി 3 രീതിയിൽ സെറ്റ് ചെയ്യാം. അത് സാൻഡ്, സ്നോ, മഡ് എന്നുള്ള 3 ഓപ്ഷനിൽ നമുക്ക് ഈ വെഹിക്കിളിൻ്റെ ട്രാക്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ബോസിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് എല്ലാ സ്പീക്കേഴ്സിലും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സൈഡിലായിട്ട് ബോസിൻ്റെ ബാഡ്ജിങ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ സ്റ്റിയറിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു സ്റ്റിയറിംഗ് വീൽ വരുന്നത്. സ്റ്റിയറിംഗ് ടിൽറ്റും ടെലിസ്കോപ്പും ഉണ്ട്. പിന്നെ ഇതിൽ കൺട്രോൾസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കിയ കണക്റ്റിൻ്റെ ഡാറ്റ അവർ കണക്ട് ചെയ്യാൻ, ഇപ്പോൾ വെഹിക്കിൾ ഒരു എമർജൻസി സിറ്റുവേഷൻസ് നമുക്ക് ഇതിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ കണക്ട് ചെയ്യാൻ, ടോയിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം നമുക്ക് ഇതിൻ്റെ ടെലിമാറ്റിക്സ്, അതായത് ഇതിനകത്ത് ഉള്ള ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ സൺറൂഫിൻ്റെ ക്ലോസിങ്ങും ഓപ്പണും വരുന്നത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് തീമിലാണ് കൊടുത്തിരിക്കുന്നത്. DC-8 ആയതുകൊണ്ട് ബ്ലാക്ക് തീമാണ്. ഇൻക്ലൂഡിങ് ഇതിൻ്റെ റൂഫ് വരെ ബ്ലാക്ക് ആയിട്ടാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. സ്പീക്കേഴ്സിലും ബോസിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്നുള്ള ഒരു കാര്യങ്ങൾ. നമുക്ക് ഇതിൻ്റെ റിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ
റിയറിൽ മുന്നത്തെ സെൽറ്റോസിൽ ആക്ച്വലി ഈ ഒരു പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ലെഗ് സ്പേസ് കുറച്ച് കുറവായിരുന്നു. ഇപ്പോൾ ഇത് കുറച്ച് ഉള്ളിലേക്ക് കർവ് ചെയ്തെടുത്തിട്ട് ഇവിടെ കുറച്ച് സ്പേസ്, അതായത് ഇവിടെ ഇരിക്കുന്ന ആളുടെ കാല് മുട്ടാത്ത രീതിയിൽ കുറച്ചുകൂടെ അധികം സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് വരുന്നത്. സ്പേസ് എന്ന് വെച്ചാൽ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനൊക്കെ സീറ്റ് മാക്സിമം ബാക്കോട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്, എന്നിട്ട് പോലും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഒരു ആംറസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ആംറസ്റ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ കാണുന്ന എയർ പ്യൂരിഫയർ ആണ്. സ്മാർട്ട് എയർ പ്യൂരിഫയർ എന്നാണ് ഇതിനെ കിയ വിളിക്കുന്നത്. അപ്പോൾ ഇതിന് മാക്സിമം ഈ വെഹിക്കിളിനകത്തുള്ള അറ്റ്മോസ്ഫിയറിലുള്ള അതിൻ്റെ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള എയറും അതുപോലെ തന്നെ ബാക്ടീരിയാസിനെയൊക്കെ ഇത് കില്ല് ചെയ്യുമെന്നാണ് പറയുന്നത്. അത് വൈറസ് പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചറാണ്, അധികം വെഹിക്കിൾ കാണാത്തൊരു ഫീച്ചറാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. അടുത്തായിട്ട് ഈ സെഗ്മെൻറ്റിലെ അഡീഷണൽ ഒരു ഫീച്ചറാണ് ഈ കാണുന്ന ബ്ലൈൻഡ്സ്. അപ്പോൾ നമുക്ക് ഇതും ഇൻബിൽഡ് ആയിട്ട് നമുക്ക് വെഹിക്കിൾ വരുന്നുണ്ട്. ഇപ്പോൾ സൺ ഫിലിം ഒക്കെ ഒട്ടിക്കുന്ന കാര്യത്തിൽ കുറേ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് നമുക്കിതിൽ ഇൻബിൽഡ് ആയിട്ട് ബ്ലൈൻഡ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വെഹിക്കിളിൽ റിയർ പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ എല്ലാ വെഹിക്കിളിനും പുതിയ ട്രെൻഡാണല്ലോ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു LED ടെയിൽ ലാംപ്സ് എന്ന് പറഞ്ഞ്. ആ ഒരു ഡിസൈൻ ഫിലോസഫിയാണ് ഇതിന് വന്നിരിക്കുന്നത്. ബാക്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ക്യാമറ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ റിയർ വാഷർ വൈപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിനെ കൊടുത്തിട്ടുണ്ട്. റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ബൂട്ടൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ബൂട്ട് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സ്പേസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലുള്ള സ്പേസ് ആണ്. ഇനി നമുക്ക് അഡീഷണൽ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാർസൽ ട്രേ മാറ്റിയിട്ട് സീറ്റിന് നമുക്ക് 60-40 ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് 60-40 ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അഡീഷണൽ ലഗേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിയർ പോർഷനിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ വെഹിക്കിൾ ഓടിച്ചു നോക്കുകയാണ്. ആക്ച്വലി ഈ വെഹിക്കിളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും വെഹിക്കിൾ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആണ്. ഇതിപ്പോൾ 1 ലിറ്റർ എഞ്ചിനാണ്. അതിൻ്റേതായിട്ടുള്ള നോർമലി 1 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ പറയും കുറച്ച് വിറയിലും കുത്തിലേക്കും ഉണ്ടാവുന്നത്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വെഹിക്കിൾ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആണ്. 7 സ്പീഡ് DCT ആയതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങും വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇതിനകത്ത് നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോഴത്തേക്കും ഇവിടെ ഡിസ്പ്ലേ കാണിക്കുമെന്ന്. അതൊരു കിടിലൻ ഫീച്ചറാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. പക്ഷെ ഓടിച്ച് നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് ആ ഡിസ്പ്ലേയിൽ ആ സൈഡ് തേടി നിന്ന് കാണുമ്പോഴത്തേക്കും ഭയങ്കര രസമായിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു കിടിലൻ ഫീച്ചർ തന്നെയാണ്. ദെൻ നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. AC ആണ്, നല്ല കംഫർട്ടാണ്. വെന്റിലേറ്റഡ് സീറ്റ് ആയതുകൊണ്ട് നമുക്ക് ബാക്ക് സീറ്റിൽ നിന്ന് AC വരുന്നുണ്ട്. അതുകൊണ്ട് ഡ്രൈവ് മാക്സിമം കംഫർട്ടായിട്ട് നമുക്ക് വെഹിക്കിളിൽ പോവാം. വെഹിക്കിൾ റെസ്പോൺസീവ് ആണ് കേട്ടോ. 7 സ്പീഡ് ഉള്ള കാരണം DCT ആയത് കാരണം വെഹിക്കിൾ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്. കാലോട്ട് കഴിഞ്ഞാൽ നല്ലപോലെ കയറി വരുന്നുണ്ട്. പിന്നെ ഇതിനടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉള്ള കാരണം ഇപ്പോൾ നമുക്ക് മാനുവൽ പോലെ ഓടിക്കണമെങ്കിൽ പാഡൽ ഷിഫ്റ്റിൽ പ്രസ് ചെയ്ത് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് ഏകദേശം മാനുവൽ പോലെ നമുക്ക് ഓടിക്കാം. അപ്പോൾ പെട്ടെന്ന് ഒരു ഓവർടേക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ആ ഒരു ലാഗ് കുറച്ച് നമുക്ക് പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതിൽ ഓടിക്കാനായിട്ട് പറ്റും. പിന്നെ സംഗതി കുഴപ്പമില്ല, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കൊള്ളാം, ഡ്രൈവിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. 120 PS ആട്ടെ ഈ ഒരു വേരിയന്റിന്റെ പവർ വരുന്നത്. 120 PS ആണ് പവർ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി കയറുന്നുണ്ട്. കൂടുതൽ ഓഫറുകളെ പറ്റി അറിയാനും വെഹിക്കിളുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻജോൺ കിയയുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നതാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടുന്നതായിരിക്കും. പിന്നെ വെഹിക്കിളിനെ കുറിച്ച് എന്ത് വിവരങ്ങൾ അറിയാനും ടെസ്റ്റ് ഡ്രൈവിനായിട്ടും ഇൻജോൺ കിയയായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഇൻജോൺ കിയയുടെ നമ്പറിന് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ എല്ലാവർക്കും നന്ദി.